ഹലോ ഗായ്സ്, നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് കുറച്ച് വെബ് സീരീസിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ കുറച്ച് വെബ് സീരീസിൻ്റെ ഒരു സംഭവങ്ങളൊക്കെ ഇവിടെ പറയാം. നിങ്ങൾ എത്ര ആൾക്കാർ ഈ വെബ് സീരീസ് കണ്ടിട്ടുണ്ട് എന്നുള്ളതും നിങ്ങളുടെ എന്താ പറയാം കണ്ടിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുള്ളതൊക്കെ എനിക്ക് കമൻ്റ് ആയിട്ട് അറിയണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഏത് വെബ് സീരീസ് ആണ് പറയാൻ വേണ്ടി പോകുന്നതല്ലേ. അപ്പോൾ ഞാൻ ആദ്യം പറയാൻ വേണ്ടി പോകുന്ന വെബ് സീരീസിൻ്റെ പേര് ഷെർലക്. ഇത് നല്ല രസകരമായിട്ടുള്ള ഒരു കഥയാണ് കേട്ടോ. അതായത് ലണ്ടൻ നഗരത്തിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ. അപ്പോൾ അത് നമ്മുടെ ഷെർലക് ഹോംസിന്റെ ആ ഒരു നിരീക്ഷണത്തിലൂടെയും ചിന്താഗതിയിലൂടെയൊക്കെ പരിഹരിക്കുന്ന ആ ഒരു അടിപൊളി ഒരു കഥയാണ് ഷെർലക് എന്ന് പറയുന്ന ഈ ഒരു വെബ് സീരീസ്. അത് കഴിഞ്ഞ് രണ്ടാമത് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഡാർക്ക് എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് ആണ് കേട്ടോ. അത് പറഞ്ഞാൽ ജർമ്മനിയിലെ ഒരു കുഞ്ഞു പട്ടണത്തിൽ കുട്ടികൾ അപ്രത്യക്ഷമായി പോവുകയാണ്. അപ്പോൾ അതിൻ്റെ രഹസ്യവും ഒടുവിൽ 4 കുടുംബങ്ങൾ, അതായത് അതിനുശേഷം ഒരു 4 കുടുംബങ്ങൾ 3-4 തലമുറയിൽ, അതായത് അവരുടെ 3-4 തലമുറകളിലൂടെ കടന്നു പോകുന്ന ഒരു ടൈം ട്രാവലറിൻ്റെ ഒരു എന്താ പറയുക, ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സീരീസ് ആണ് ഡാർക്ക് എന്ന് പറയുന്ന ആ ഒരു വെബ് സീരീസ്. ഒരു രക്ഷയില്ല കേട്ടോ, നല്ലൊരു രസമുള്ള ഒരു സീരീസ് ആണ് അത് കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത് ഞാൻ പറയാൻ പോകുന്നത് സെവറൻസ് എന്ന് പറയുന്ന വെബ് സീരീസ് ആണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഓഫീസിലെ ഓർമ്മകളും പുറത്തെ ജീവിതത്തിലെ ഓർമ്മകളും ബന്ധിപ്പിക്കാൻ സാധിക്കാതെ ശാസ്ത്രക്രിയയിലൂടെ വേർതിരിക്കപ്പെട്ട ഒരു എന്താ പറയുക ഒരുപാട് ഉദ്യോഗസ്ഥർ, അതായത് ആ ഓഫീസിൽ വർക്ക് ഒരുപാട് ആൾക്കാർ, അവരുടെ ജോലി ആ ഒരു ജോലി എന്താണെന്ന് അറിയുമ്പോൾ, അതായത് ആ ഒരു ജോലിയിൽ ഉണ്ടാകുന്ന ഭയപ്പെടുത്ത കുറച്ച് രഹസ്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്ന ഒരു അടിപൊളി ഒരു കഥയാണ് സെവറൻസ് എന്ന് പറയുന്ന ഈ ഒരു വെബ് സീരീസ്. അത് കഴിഞ്ഞാൽ പിന്നെ ബ്രോഡ് ചർച്ച്. അതൊരു എന്താ പറയുക, ഒരു അടിപൊളി ഒരു ഐറ്റം ആണ് കേട്ടോ. അതായത് ശാന്തമായ ഒരു കടലോര ഗ്രാമത്തിൽ ഒരു കൊച്ചു ബാലൻ കൊല്ലപ്പെടുന്നു. അതിൻ്റെ അന്വേഷണത്തിൽ ആ ഗ്രാമത്തിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന എന്താ പറയുക അവിശ്വസനീയമായിട്ടുള്ള കുറച്ച് രഹസ്യങ്ങൾ, അതായത് ആ ഗ്രാമത്തിൽ ഒരുപാട് സംഭവങ്ങൾ നമ്മളറിയാതെ പോകുന്ന കുറേ സംഭവങ്ങളുണ്ട്. അതിൻ്റെ ഒക്കെ ഒരു എന്താ പറയുക ഒരു ഗംഭീര ഒരു സാധനമാണ് കേട്ടോ നമ്മുടെ ഈ ഒരു വെബ് സീരീസ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ഞാൻ പറയാൻ വേണ്ടി പോകുന്ന വെബ് സീരീസ് എന്ന് പറഞ്ഞാൽ പ്രിസൺ ബ്രോക്ക് എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് ആണ് കേട്ടോ. ഇത് എന്ന് പറഞ്ഞാൽ ഒരു കൊലപാതക കുറ്റത്തിന്, അതായത് ഒരു കൊലപാതകം ചെയ്ത ഒരു കുറ്റത്തിന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു നിരപരാധിയായിട്ടുള്ള സഹോദരനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒരു അടിപൊളി ഒരു സീരീസ് ആണ് കേട്ടോ ഈ ഒരു പ്രിസൺ ബ്രോക്ക് എന്ന് പറയുന്ന ഈ ഒരു സീരീസ്. അത് കഴിഞ്ഞ പിന്നെ വരുന്ന ഒരു സീരീസ് എന്ന് പറഞ്ഞാൽ മൈൻഡ് ഹണ്ടർ. അയ്യോ, ഇതൊരു കിഡ്സ് ആണ് കേട്ടോ. അതായത് സീരിയൽ കില്ലർ, അതായത് ഈ സീരിയൽ കില്ലേഴ്സ് ഇല്ലേ, അവർക്ക് അങ്ങനെ ഒരു കൊലപാതകം ചെയ്യാനുള്ള മാനസിക അവസ്ഥ എന്താണെന്ന് പഠിക്കാൻ വേണ്ടി പോവുകയും, അതായത് ഇതുപോലുള്ള ക്രൂരതകളൊക്കെ എന്തിനാണ് ചെയ്യുന്നതെന്നൊക്കെ കണ്ടുപിടിക്കാൻ പോകുന്ന ഒരു FBI ഏജന്റുമാരുടെ കഥയാണ് കേട്ടോ ഇത് മൈൻഡ് ഹണ്ടർ എന്ന് പറയുന്ന ഈ ഒരു വെബ് സീരീസ്. അടിപൊളി സാധനമാണ് കേട്ടോ. പിന്നെ പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈലോ എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ അപകടകാരിയായിട്ടുള്ള ഒരു എന്താ പറയുക പുറം ലോകത്തുനിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, അതായത് അപകടകാരിയായിട്ടുള്ള ഒരു ലോകം, അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇവർ എന്താ പറയുക ഭൂമിക്കടിയിലൊരു മാളം, അതായത് ഒരു കുഴി ഉണ്ടാക്കിയിട്ട് അവിടെ കഴിയുന്ന കുറച്ച് മനുഷ്യന്മാർ. അപ്പോൾ ഇവർ ജീവിക്കുന്നത് എന്താ പറയുക, ഇവർ അല്ലെങ്കിൽ ജീവിക്കുന്ന ആ ഒരു ലോകം സത്യമായിട്ടുള്ള ഒരു ലോകത്താണോ അതോ വിശ്വസിക്കാൻ പറ്റാത്തൊരു ലോകത്താണോ എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ത്രില്ലറായിട്ടുള്ള ഒരു ഐറ്റം ആണ് സൈലോ എന്ന് പറയുന്ന ഈ ഒരു വെബ് സീരീസ്. പിന്നെ വരുന്നത് ബ്ലാക്ക് മിറർ. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക സാങ്കേതിക വിദ്യയുടെ അമിതമായ ഉപയോഗം, അതായത് നമ്മളിപ്പോൾ ഒരുപാട് സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിക്കുന്ന മനുഷ്യന്മാരുടെ മാനസികമായിട്ടുള്ള അവസ്ഥ, അതിൻ്റെ തകിടം മറിക്കുന്ന ഒരു ഒരു എന്താ പറയുക എങ്ങനെയൊക്കെ തകിടം മറിക്കാം എന്ന് കാണിച്ചു തരുന്ന ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു ത്രില്ലർ സാധനമാണ് ബ്ലാക്ക് മിറർ എന്ന് പറയുന്ന ഈ ഒരു വെബ് സീരീസ്. പിന്നെ പറയാൻ വേണ്ടി പോകുന്നതാണ് ലോസ്റ്റ് എന്ന് പറയുന്ന വെബ് സീരീസ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു വിമാനാപകടം ഉണ്ടാകുന്നുണ്ട്. ഒരു വിമാന അപകടം ഉണ്ടായിട്ട് അവരൊരു ദ്വീപിലാക്കപ്പെടുകയാണ്, അതായത് ഒരു നിഗൂഢമായിട്ടുള്ള ദ്വീപിലാക്കപ്പെടുകയാണ് ആ വിമാനത്തിൽ ഉണ്ടായിരുന്ന ഒരുപാട് യാത്രക്കാർ. അപ്പോൾ അവിടെയുള്ള ആൾക്കാരിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന പോരാട്ടങ്ങളും, അതുപോലെ എങ്ങനെയൊക്കെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരുപാട് എന്താ പറയുക ഒരുപാട് ആൾക്കാരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ഒരുപാട് നല്ല രസകരമായിട്ടുള്ള സീനുകളൊക്കെ ഈ ഒരു വെബ് സീരീസിലുണ്ട്, ലോസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു വെബ് സീരീസ്. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ഫ്രം എന്ന് പറയുന്ന വെബ് സീരീസ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു വിചിത്രമായ ഗ്രാമം, അതായത് ഒരു
എന്താ പറയുക, ഒരു പ്രത്യേകതയുള്ള ഒരു ഗ്രാമം. ആ ഗ്രാമത്തിനുള്ളിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ അവിടുന്ന് പുറത്ത് കിടക്കാൻ സാധിക്കില്ല. ഒരിക്കൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ തന്നെ, അവിടുന്ന് പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അവിടുന്ന് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ അവിടെ, അല്ലെങ്കിൽ അവിടുത്തെ ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ പകലൊക്കെ ഭയങ്കര ശാന്തമായിരിക്കും, ഒരു കുഴപ്പമൊന്നുമില്ലാതെ ഇങ്ങനെ പോകുന്ന. പകൽ സമയം കഴിഞ്ഞാൽ രാത്രിയായി കഴിഞ്ഞാൽ ഈ മനുഷ്യന്മാരെ കൊല്ലാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു ഭീകര ജീവികളൊക്കെ വന്ന് ഇവരെ കൊല്ലാൻ വേണ്ടിയിട്ട്, അതായത് ഒരുപാട് ആൾക്കാരെ കൊല്ലുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ നിന്നും രക്ഷപ്പെട്ട്, ആ ഒരു ഗ്രാമത്തിൽ നിന്നും രക്ഷപ്പെട്ട് പോകാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സീരീസ് ആണ് ഈ ഒരു, എന്താ പറയുക, ഫ്രം എന്ന് പറയുന്ന ഈ ഒരു വെബ് സീരീസ്. അപ്പോൾ ഇത്രയും വെബ് സീരീസിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും വെബ് സീരീസ് ഒക്കെ അറിയാമെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻ്റ് ആയിട്ട് അറിയിക്കണം. അതുപോലെ നിങ്ങൾ ഈ വെബ് സീരീസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ഒരു അഭിപ്രായം എന്താണെങ്കിലും എനിക്ക് കമൻ്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ ഇതുപോലുള്ള വെബ് സീരീസുകളും ഇതുപോലെ നല്ല നല്ല സിനിമകളും എല്ലാത്തിൻ്റെയും കൂടിയിട്ടുള്ള നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. ഓക്കെ, ബൈ.